തിരുവനന്തപുരത്ത് നടക്കുന്ന 29ാമത് ഫിലിം ഫെസ്റ്റിവൽ കാണുന്നതിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. പുതിയ ഒരു പരസ്യ സംവിധാനം കണ്ടു. കുറച്ച് കൂട്ടുകാരിങ്ങനെ റോഡിൽ പോകുന്നത് കണ്ടപ്പോൾ അത് എന്താണ് ഇതിനെ കുറിച്ചുള്ള LED ലുക്ക് വാക്കിംഗ് എന്ന് പറഞ്ഞൊരു പുതിയ അഡ്വർടൈസിംഗ് പരിപാടിയാണ്. LED ലുക്ക് വാക്കിംഗ്. അപ്പൊ നിങ്ങളിപ്പം ഒരു പരസ്യം ഉണ്ടെങ്കിൽ ഞങ്ങളത് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ആഡ് ഇല്ലെങ്കിൽ പോലും ഞങ്ങളത് ഷൂട്ട് ചെയ്ത് പിന്നെ അത് പ്ലേ ചെയ്യും. ഇപ്പം എഫക്റ്റീവ് ആയിട്ടുള്ള 4 അവേഴ്സാണ്. ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഒരാൾ ഓർഗാനിക്കലി സൗണ്ടിലും വിഷ്വലിലും അട്രാക്റ്റഡ് ആണ്. അതുകൊണ്ട് എന്തായാലും നോക്കിപ്പോകും. അത് ഭയങ്കര എഫക്റ്റീവാണ്. അങ്ങനെ പുതിയ ഒരു പരസ്യ സംവിധാനമാണ് കണ്ടത്. ബാക്കി ഫുൾ വാക്കുകളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും എല്ലാവരും ആശംസകൾ. താങ്ക് യു. എന്തെങ്കിലും ഉണ്ടായി കോണ്ടാക്ട് ചെയ്തത്. ഓ ഓ ഞാൻ തന്നെ. നമസ്കാരം. സന്തോഷം. ഇത് എന്താ പറയുക, കേരളത്തിലെ ഫോട്ടോഗ്രാഫർമാരുടെ സ്റ്റുഡിയോഗ്രാഫർമാരുടെയൊക്കെ ഒരു പൈനിയർ ആളാണ്. അദ്ദേഹത്തിനോട് നമ്മളിപ്പോൾ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് വീഡിയോ കൊണ്ടുവന്ന ആളാണ്. അത് മാത്രമല്ല, മഹാരാജാസ് എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ചരിത്രമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു സ്റ്റുഡിയോ ആണ്. വളരെയധികം ഇഷ്ടമുള്ള ഒരാളാണ്. നിങ്ങൾ വളരെ പുള്ളക്കര പാർട്ട് നമ്മുടെ തിരുവനന്തപുരത്തിന് സന്തോഷമായിട്ടാണെന്ന് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ അത്രയും അരക്കാളൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടെന്ന് സന്തോഷം. പോട്ടെ. നിങ്ങളുടെ സ്റ്റേഷൻ തിയേറ്ററിലെ നമ്മളെ അതൊരു വല്ലാത്ത ചരിത്രം തന്നെ. നോക്കിയാണ് എവിടെയെങ്കിലും കല്യാണത്തിന് ഫോട്ടോ എടുക്കാനാണ്. രണ്ടുപേരെയും കൂടെ വന്നപ്പോ എടുത്തു. വളരെ സന്തോഷം. അതിൽ എടുത്ത് എന്റെ പോലെ മീശയൊക്കെ പോയി. വളരെ സന്തോഷം.
നിങ്ങളെ കാണാനല്ലേ സന്തോഷം. അത് വീഡിയോ ആണ്. അത് മറ്റൊന്നും കിട്ടില്ല. അത് തന്നെ. എന്റെ പുറ മീശൊക്കെ പോയാ മീശയൊക്കെ പോയി. വളരെ സന്തോഷം. നിങ്ങളെ കാണാനല്ലേ സന്തോഷം. അത് വീഡിയോ ആണ്. അത് മറ്റൊന്നും കിട്ടില്ല. പണ്ട് വീഡിയോ കേരളത്തില് എടുത്തിട്ടില്ല. അല്ല, നമ്മൾ അധ്വാനിച്ചത് കൊണ്ട് നമ്മുടെ ആരോഗ്യം ഒന്നും തുടങ്ങി. ശരി. നമ്മളെ പണ്ട് വീഡിയോ കേരളത്തില് എടുത്തിട്ടില്ല. അല്ല, നമ്മൾ അധ്വാനിച്ചത് കൊണ്ട് നമ്മുടെ ആരോഗ്യം ഒന്നും തുടങ്ങി. ശരി. കണ്ടൊരു വലിയ സംഭവം. എനിക്ക് എന്റെ അടുപ്പില് സംസാരിച്ച് കഴിഞ്ഞിട്ട് രാജാസ് ഗ്യാപ്പിട്ടില്ല. ഓ ഈ രാജൻ അതാ വന്ന് ചൂട് ആദ്യം അണ്ണൻ്റെ ഇതാ വന്നു അപ്പോൾ ഇനി ഷെയർ ചെയ്യണ്ടേ? റിവ്യൂ ചെയ്യണ്ടേ? ഓ ഓക്കെ ശരി. വളരെ സന്തോഷം. താങ്ക് യു.